على رسول الله وعلى آله وصحبه أجمعين أما بعد എന്ന് പറഞ്ഞ ദുറൂസുൽ അറബിയ പഠിതാക്കളെ നമ്മള് മൂന്നാമത്തെ സെമസ്റ്ററിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചത്. ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇരുപത്തിയൊന്നാമത്തെ പാഠമാണ് അദ്ദർസു അൽ-ഹാദി വൽ-ഇശ്റൂൻ. 21ാമത്തെ പാഠം. നമുക്ക് കുറച്ച് പുതിയ നിയമങ്ങൾ ജസ്റ്റ് ഒരു പാഠം കുറച്ച് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ബാക്കി തംരീനാത്തുകളോ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലായിരിക്കും. അദ്ദർസു അൽ-ഹാദി വൽ-ഇശ്റൂൻ. ഇവിടെ അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇതിൽ ഉള്ളത്. തുല്ലാബ്, വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ് കൈഫ ഹാലുക യാ ഉസ്താദന എന്നുള്ളതാണ്. കൈഫ ഹാലുക യാ ഉസ്താദന. കൈഫ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഹാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ. ക താങ്കളുടെ അല്ലെങ്കിൽ നിന്റെ എന്നൊക്കെയാണ്. അപ്പോ നിന്റെ അല്ലെങ്കിൽ താങ്കളുടെ അവസ്ഥ, അത് പെണ്ണാണെങ്കിൽ ഹാലുക്കി എന്നാണ് വരിക. കൈഫ ഹാലുക യാ ഉസ്താദന എന്നുള്ളതാണ്. ഇവിടെ ഉസ്താദ് എന്ന് മാത്രമുള്ളെങ്കിൽ യാ ഉസ്താദു എന്നാണ് വരിക. പക്ഷെ ഇവിടെ നമ്മൾ മുന്നേ പഠിച്ചത് അനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് യാ ഉസ്താദന എന്ന് വന്നിട്ടുള്ളത്. കൈഫ ഹാലുക യാ ഉസ്താദന. ഉസ്താദ് നിങ്ങളുടെ വിശേഷം എന്താണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വർത്താനം നമുക്ക് ചോദിക്കൂലതാണ്. അപ്പോൾ മുദർരിസ്, അധ്യാപകൻ പറയാണ് ബിഖൈർ, നല്ലതാണ് അല്ലെങ്കിൽ എനിക്ക് സുഖമാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ബിഖൈർ എന്നുള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത്. ബി ഖൈർ കാണുന്നുണ്ടല്ലോ അല്ലെ. ബി ഖൈർ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ എനിക്ക് സുഖമാണ് എന്നുള്ളതിന് ഖൈർ എന്ന് പറഞ്ഞാൽ ആ സുഖം എന്നുള്ളതാണ്. ബി എന്നുള്ളത് ഹർഫ് ജറാണ് വരിക. പക്ഷെ ഇവിടെ എനിക്ക് സുഖമാണ് എന്നുള്ള ഒരു സംഗതി എന്തില്ല, പൂർണ്ണമായിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളോട് ഒരാള് എന്താണ് വിശേഷം ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് സുഖമാണ് എന്നുള്ളത് നമ്മൾ പറയില്ല. സുഖാണ് അൽഹംദുലില്ലാ എന്നാണ് നമ്മൾ പറയാ. നമ്മളൊരു പൂർണ്ണമായിട്ട് എനിക്ക് സുഖമാണ് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയലില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ശരിക്കും എന്തുണ്ട്, അന ബിഖൈർ എന്നുണ്ട്. അന ബിഖൈർ, എനിക്ക് സുഖമാണ് എന്നുള്ളത് അതാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോ ബിഖൈർ അഹ്മദുല്ലാഹ വ അഷ്കുറുഹു. അഹ്മദുല്ലാഹ വ അഷ്കുറുഹു. അഹ്മദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്തുതിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹ, അള്ളാഹുവിനെ, വ അഷ്കുറുഹു, അവന് ഞാൻ നന്ദി കാണിക്കുകയും ചെയ്യുന്നു. അഹ്മദുല്ലാഹ വ അഷ്കുറുഹു, അള്ളാഹിനെ ഞാൻ സ്തുതിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്നു, സുഖാണ്. എന്നിട്ട് അധ്യാപകൻ ചോദിക്കുകയാണ് അന മാ അറാ ഹാറൂന അലം യഹ്ദുർ എന്നാണ്. അന ഞാൻ, മാ അറ, അറ എന്നുള്ളത് റഅ എന്നുള്ളതിന്റെ മുദാരി ആയിട്ടുള്ള ഫോമാണ് അറ എന്നുള്ളത്. റഅ എന്നുള്ളതിന്റെ മുദാരി ആയിട്ടുള്ള ഫോം. ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു മുദാരി വന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കും. 1-2 പാഠം പിന്നിടുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ വരുന്നുണ്ട്. ഹാറൂന, ഹാറൂന എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ളതാണ് അധ്യാപകൻ പറയുന്നത്. അലം യഹ്ദുർ, അലം യഹ്ദുർ, അവൻ ഹാജരായിട്ടില്ലേ എന്നുള്ളതാണ്. ഇവിടെ ലം എന്നുള്ളത് അർത്ഥം വെക്കുന്നത് ലാ അല്ലെങ്കിൽ മാ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മള് ലാ എന്നുള്ളതോ അല്ലെങ്കിൽ മാ എന്നൊക്കെ നമ്മൾ പറയലുണ്ട്.
ഇതേ അർത്ഥത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്? ലം എന്നുള്ളത് ലം വന്നിട്ടുള്ളത്. ലം എന്നുള്ളത് ഇതേ അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ പിന്നെ ഇത് പിന്നെ യഹ്ദുറു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യഹ്ദുറു അവൻ ഹാജരാവും. ആ യഹ്ദുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഫിഅലാണ്? ഫീല് മുതാരി. മുതാരി. ഫിഅല് മുളാരി ആണ് അല്ലെ? ഫിഅല് മുളാരി ആണ്. ഓക്കെ. അപ്പോ ഇവിടെ യഹ്ദുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജരാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് യഹ്ദുറു എന്നുള്ളതിന് ഉള്ളത്. ഓക്കെ, നമ്മള് പിന്നെ ഫിഅല് മുളാരി ആണ് ഇത് എന്നുള്ളത് നമ്മൾ പിന്നെ പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ലം യഹ്ദുർ എന്ന് പറയുമ്പോൾ ലം വരുന്നതോടുകൂടി, ഇപ്പൊ ഇവിടെ ലം എന്ന് വരുന്നതോടുകൂടി ഇവിടെ എന്തായിരിക്കും? ഇത് സുക്കൂനായി മാറും. ഓക്കെ, ലം യഹ്ദുർ എന്നായി മാറും. ലം യഹ്ദുർ എന്ന് പറയുമ്പോൾ പിന്നെ ഈ ലം എന്നുള്ളതിന് അർത്ഥം വരുന്നത് ഡിഡിൻഡ് എന്നൊക്കെയാണ്. ഇപ്പൊ നമ്മള് ഇംഗ്ലീഷിൽ ഡിഡിൻഡ് എന്ന് പറയും. അപ്പോ ആ ഒരർത്ഥമാണ് അതിന് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റു സംഗതിയാണ് ലം എന്നതിന് ശേഷം ഫിഅല് മുദാരി മാത്രമേ വരുള്ളൂ എന്നുള്ളതാണ്. ലം എന്നതിന് ശേഷം ഫിഅല് മുദാരി മാത്രമേ വരുള്ളൂ. ഇതെന്താണ്? ഇത് ഫിഅല് മുദാരി ആണ്. മുദാരി ആണ്. അപ്പോ ലം എന്നതിന് ശേഷം ഫിഅല് മുദാരി മാത്രമാണ് വരിക. പക്ഷേ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് അതിന് എന്തർത്ഥമായിരിക്കും? മാളിയുടെ അർത്ഥമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് പിന്നെ ഇപ്പൊ ഒരു ഇംഗ്ലീഷിൽ പറയുന്നത് ഡിഡിന്റ് ഗോ എന്നൊക്കെ പറയും. ഇപ്പൊ എന്താണ്? പോയിട്ടില്ല എന്നൊക്കെയാണ് അവിടെ അർത്ഥം. ഇപ്പൊ ഇവിടെ യഹ്ദുറു ഹാജരാകുന്നു എന്നുള്ളതാണ്. ലം യഹ്ദുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹാജരാകുന്നു എന്നുള്ള ആ ഒരു പ്രസന്റ് ടെൻസിലേക്കല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അർത്ഥത്തിലേക്കല്ല അത് പോകുക. ഹാജരായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഹാജരായിട്ടില്ല. ലം യഹ്ദുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാജരായിട്ടില്ല എന്നുള്ളതാണ്. ഫിഅൽ മുദാരിന്റെ അർത്ഥത്തിൽ, മാളിയുടെ അർത്ഥത്തിലേക്ക് പോകും. ഫിഅൽ മുദാരി ലം എന്നതിന് ശേഷം എപ്പോഴും ഫിഅൽ മുദാരിയും ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് എന്ത് ചെയ്യും? മാളിയുടെ അർത്ഥത്തിലേക്കാണ് അത് മാറുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ മാത്രമേ വരുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രമേ ക്വസ്റ്റ്യനിൽ മാത്രമേ അത് വരുള്ളൂ അധികവും. അപ്പൊ ഇവിടെ ഇപ്പൊ അവൻ ഹാജറല്ലേ എന്നുള്ള അങ്ങനത്തെ മീനിങ് അല്ലേ? അവൻ അതെ 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 അവൻ ഹാജരായിട്ടില്ല. ഇത് ചോദ്യമാണ്. അവൻ ഹാജരായിട്ടില്ല എന്ന് ചോദിക്കൂലേ? ഓൻ പോയിട്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കൂലേ? ആ ഒരു അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ലം എന്നതിന് ശേഷം വരുന്ന ഫിഅല് മുദാരി എപ്പോഴും എന്തായിരിക്കും? മജ്സൂം ആയിരിക്കും എന്നുള്ളതാണ്. ഫിഅല് മുദാരിന് ശേഷം വരുന്ന ഇത് എപ്പോഴും മജ്സൂം ആയിരിക്കും. ഓക്കെ, അവിടെ യഹ്ദുർ എന്നുള്ളതാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് എപ്പോഴും എന്തായിരിക്കും? മജ്സൂം ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഖുർആനിൽ തന്നെ പല ഉദാഹരണങ്ങളും അതിൽ നമുക്ക് കാണാൻ കഴിയും. ലാ തുശ്രിക് എന്നാണ്. ലാ തുശ്രിക്. തുശ്രിക് എന്നുള്ളത്, തുശ്രിക്കു എന്നുള്ളത് ഫിഅൽ മുദാരിയാണ്. പക്ഷെ ലാ തുശ്രിക് എന്നുള്ളത് പിന്നെ കാണാം അതേ രൂപത്തിൽ തന്നെയാണ് ലം എന്ന് വരുന്നത്. ഖുർആനിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സൂറത്ത് ഇഖ്ലാസിൽ ലം യലിദ് അല്ലെ? ലം യലിദ്, ലം യലിദ്. വലം യൂലദ്, വലം യൂലദ് എന്നുള്ളത് ഒക്കെ എന്താണ്? മജ്സൂമായിട്ടായിരിക്കും അവസാനത്തിൽ വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.
അപ്പൊ അലം യഹ്ദുർ അവൻ ഹാജരായിട്ടില്ല എന്നെന്ത് ചെയ്യാണ് ചോദിക്കുകയാണ്. അപ്പൊ തുല്ലാബ് വിദ്യാർത്ഥികൾ പറഞ്ഞു നഅം ഇന്നഹു ലം യഹ്ദുരിൽ യൗമ ലം യഹ്ദുരിൽ യൗമ. ഇവിടെ പിന്നെ ഇന്നഹു പിന്നെ നഅം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ എന്നുള്ളതാണ്. അതായത് ഹാജരായിട്ടില്ല എന്നുള്ള അർത്ഥത്തിനാണ് നഅം എന്ന് ഇവിടെ പ്രയോഗിക്കുക. പിന്നെ ചോദ്യം ആ രൂപത്തിലായതുകൊണ്ട് ഇന്നഹു തീർച്ചയായും അവൻ ലം യഹ്ദുർ അൽ യൗമ എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അവിടെ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ റായിന് സുക്കൂനാണ്, പക്ഷെ അടിയിൽ ഒരു കെസറും കൂടി കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ലം യഹ്ദുർ എന്നാണ് ശരിക്ക് വേണ്ടത്. പക്ഷെ അവിടെ എന്തുണ്ട്, ഒരു കെസറും കൂടി അവിടെ കാണാൻ കഴിയും. ലിയഹ്ദുരിൽ അൽ യൗമ. ഇവിടെ ഈ പിന്നെ ബ്ലൂ കളറിൽ ഞാൻ ഒരു സുക്കൂനും ഇട്ടിട്ടുണ്ട്, ഒരു പിന്നെ കെസറും ഇട്ടിട്ടുണ്ട്. കാരണം രണ്ട് പിന്നെ സുക്കൂനുകൾ ഒരുമിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പിലുള്ളത്, അതായത് ആദ്യത്തെ സുക്കൂന് എന്ത് കൊടുക്കും, കെസറ് കൊടുക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പുള്ളതിന് എന്ത് കൊടുക്കും, കെസറ് കൊടുക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് യഹ്ദുരിൽ യൗമ എന്ന് പറയാൻ കാരണം. അപ്പോ ഇന്നഹു തീർച്ചയായും അവൻ ലം യഹ്ദുരിൽ യൗമ അവൻ ഇന്ന് എന്തിട്ടില്ല, വന്നിട്ടില്ല, ഹാജരായിട്ടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോ യഹ്ദുർ എന്നുള്ളത് ഫിഅലു മുദാരി യഹ്ദുർ ശരിക്കും ഫിഅലു മുദാരി മജ്സൂമ ايوه مجزوم വഅലാമത്തു ജസ്മിഹി جسمه علامة അൽ-സുകൂൻ. وعلامة جزمه السكون. وعلامة جزمه السكون فعل مضارع مجزوم وعلامة جزمه السكون എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അൽ യൗമ എന്നുള്ളത് ദർഫ്. അതാണ് അവിടെ ഇഅ്റാബ് വരുന്നത്. യഹ്ദുറു എന്നുള്ളതിന് ഫഅൽ മുദാരി മജ്സൂം വഅലാമത്തു ജസ്മിഹി അസ്സുകൂൻ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് നോക്ക്. അൽ മുദർരിസ് അധ്യാപകൻ ചോദിക്കുകയാണ് വഅൈന അസ്ദിഖാഉഹു അസ്സലാസതു. വഅൈന എവിടെയാണ്, അസ്ദിഖാഉഹു അസ്ദിഖാ എന്ന് പറഞ്ഞ സ്വദീഖുൻ ജംഉ അസ്ദിഖാ കൂട്ടുകാരന്മാർ, ഹു അവന്റെ. അപ്പോ അവന്റെ കൂട്ടുകാരന്മാർ, അതായത് ഹാറൂന്റെ കൂട്ടുകാരന്മാർ എവിടെ, അസ്സലാസതു മൂന്ന്, അതായത് ഹാറൂന്റെ മൂന്ന് കൂട്ടുകാരന്മാർ എവിടെയാണ് എന്നതാണ് ചോദിക്കുന്നത്. ഐന വഅൈന അസ്ദിഖാഹു അസ്സലാസതു. തുല്ലാബ് അധ്യാപകർ വിദ്യാർത്ഥികൾ പറയാണ് ഹും അയ്ളൻ ലം യഹ്ദുറൂ. ഹും അവരും അയ്ളൻ എന്ന് പറഞ്ഞ ആൾസോ ലം യഹ്ദുറൂ ഹാജരായിട്ടില്ല എന്നുള്ളതാണ്. ഹും അയ്ളൻ യഹ്ദുറൂ അവരും എന്ത് ചെയ്തിട്ടില്ല, ഹാജരായിട്ടില്ല. യഹ്ദുറൂ എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്തായിരിക്കും? ഫിഅ്ലു മുളാരി മജ്സൂം വഅലാമത്തു ജസ്മിഹി ഹദ്ഫു നൂൻ.
യഹ്ദുറു. ഫിഅലുൻ مضارع مجزوم മുളാരിഉൻ മജ്സൂം علامة جزم വഅലാമത്തു جزمه ജസ്മി حذف النون എന്താണ് വഅലാമത്തു ജസ്മിഹി ഹദ്ഫുൻ നൂൻ. حذف النون فعل مضارع مجزوم وعلامة جزمه حذف النون. يحضرون എന്നുള്ളതാണ് അല്ലെ. യഹ്ദുറൂന എന്നതാണ് അവിടെ ശരിക്കുമുള്ളത്. യഹ്ദുറൂന എന്നതാണ്. പക്ഷെ അതെന്ത് ചെയ്തു? ലം യഹ്ദുറൂ എന്നാക്കി. ഫിഅൽ മുളാരി മജ്സൂം വഅലാമത്തു ജസ്മിഹി ഹദ്ഫുൻ നൂൻ എന്നുള്ളതാണ്. നമുക്കറിയാം ഇതെന്താണ്? ഇത് അഫ്ആലുൽ ഖംസയാണ്. അഫ്ആലുൽ ഖംസയാണ്. അഫ്ആലുൽ ഖംസ പിന്നെ ജസ്മ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഹദ്ഫുൻ നൂൻ കൊണ്ടാണ്. ജസ്മ് ചെയ്യുന്നത് ഹദ്ഫുൻ നൂൻ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഫിഅലുൽ മുളാരിഉൻ മജ്സൂം വഅലാമത്തു ജസ്മിഹി ഹദ്ഫുൻ നൂൻ. ഹും അയ്ളൻ ലം യഹ്ദുറൂ. അവരെന്ത് ചെയ്തിട്ടില്ല? പിന്നെ ഹാജരായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതഅരിഫൂന അതിൽ മുദർരിസ് അധ്യാപകൻ ചോദിക്കുകയാണ്, അതഅരിഫൂന ഐന ദഹബു. അതഅരിഫൂന നിങ്ങൾക്കറിയോ? ഐന ദഹബു അവരെവിടുക്ക പോയത് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളതാണ്. അപ്പോ തഅരിഫൂന 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 എന്നുള്ളത് പിന്നെ എന്തായിരിക്കും അല്ലേ ഇറാബ്? ഫിഅലുൻ മുളാരിഉൻ مرفوع ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ وعلامة رفعه ثبوت النون വഅലാമത്തു رفعه ثبوت النون വഅലാമത്തു റഫഇഹി സുബൂത്തുൻ നൂൻ. വഅലാമത്തു റഫഇഹി സുബൂത്തു النون എന്നുള്ളതാണ്. ഫിഅലുൽ മുളാരിഉൻ മർഫൂഉ അലാമത്തു റഫഇഹി സുബൂത്തു നൂൻ എന്നുള്ളതാണ്. ദഹബു എന്നുള്ളതോ? ദഹബു فعل ماضي مرفوع ദഹബു എന്നുള്ളത് ഫിഅലുൻ മാദി അല്ലേ? ماضي ഫിഅലുൻ മാദി. ഫിഅൽ മാദിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മർഫൂഉൻ വഅലാമത്തു റഫഇഹി എന്താണ്? لما എന്താണ്? فعل ماضي ആ مبني له مبني مبني മബ്നി. مبني له ഫിഅൽ മാദി മബ്നിയുൻ അല الضمة. മബ്നിയുൻ അല الضمة. ഫിഅൽ മാദി മബ്നിയുൻ അല ളമ്മ. കാരണം എന്താണ് നോക്കുക? ബാ ആണ് നോക്കുന്നത് അല്ലെ? നമ്മൾ പറഞ്ഞു ഫിഅൽ മാദിന്റെ
അപ്പോ അതഅരിഫൂന ഐന ദഹബൂ, നിങ്ങൾക്ക് അറിയോ അവര് എവിടെയാണ് പോയത് എന്നുള്ളത് നിങ്ങൾക്കറിയോ എന്നുള്ളതാണ്. അപ്പോ അവിടെ അഹദുത്തുല്ലാബ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളിൽ ഒരുവൻ എന്നുള്ളതാണ് അർത്ഥം. അഹദുത്തുല്ലാബ് വിദ്യാർത്ഥികളിൽ ഒരാൾ പറയാണ് അظنوا أنهم ذهبوا إلى المطار لاستقبال رئيسهم الذي يأتي اليوم إلى المدينة المنورة لزيارة مسجد رسول الله صلى الله عليه وسلم. ഇതിൽ പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ അതില് ഒന്നുള്ളത് പിന്നെ അവുന്നു, ഞാൻ കരുതുന്നു, ഞാൻ വിചാരിക്കുന്നു, അന്നഹും തീർച്ചയായും അവർ ദഹബൂ അവർ പോയി, ഇലൽ മത്താർ, മത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ മുന്നേ. ഇലൽ മത്താർ എയർപോർട്ടിലേക്ക് പോയി, എന്തിനു വേണ്ടി? ലിസ്തിഖ്ബാലി റഈസിഹിം. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് എന്താണ്? മസ്ദറാണ്. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറഞ്ഞ മസ്ദറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ റിസീവ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഓഫീസിലൊക്കെ പിന്നെ കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫസ്റ്റ് കാണുന്ന ബോർഡാണ് റിസപ്ഷൻ എന്നുള്ളത്. അതായത് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളത്. ഇപ്പൊ ഇവിടെ വെൽക്കം ചെയ്യുക, റിസീവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ അർത്ഥം. ലിസ്തിഖ്ബാലി റഈസിഹിം, അവരുടെ റഈസിനെ, അവരുടെ പ്രസിഡന്റിനെ ഇസ്തിഖ്ബാൽ ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നതിന് വേണ്ടി. ഇങ്ങനെ അല്ലദീ യഅതി അൽ യൗമ, ഇന്ന് വരുന്നതായ, ഇലൽ മദീനത്തിൽ മുനവ്വറ, മദീനത്തുൽ മുനവ്വറയിലേക്ക്, അതായത് മദീനയിലേക്ക് ഇന്ന് വരുന്നതായ പിന്നെ പ്രസിഡന്റിനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി അവർ എയർപോർട്ടിലേക്ക് പോയി എന്നാണ് ഞാൻ കരുതുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ലിസിയാറത്തി മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. സിയാറത്ത് പറഞ്ഞ വിസിറ്റ്. ലിസിയാറത്തി വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് പിന്നെ വരുന്ന അവരുടെ റഈസിനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി എയർപോർട്ടിലേക്ക് പോയി എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് എന്ത് ചെയ്തു? ഒരു വിദ്യാർത്ഥി പറഞ്ഞു. വൽ മുദർരിസ്, അധ്യാപകൻ ചോദിക്കാണ്, അകതബ്തുമുൽ വാജിബാതി യാ അബ്നാഇ എന്നാണ്. അകതബ്തും, കതബ എന്ന് പറഞ്ഞ എഴുതി, കതബ്തും നിങ്ങൾ എഴുതി, അകതബ്തും നിങ്ങൾ എഴുതിയോ എന്ന് ചോദിക്കാണ്. അൽ വാജിബാതി, വാജിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം എന്നുള്ളതാണ്. വാജിബ് പിന്നെ ഹോംവർക്കിന് പറയും. പിന്നെ വാജിബാത്ത് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക്സ്, ഹോംവർക്കുകൾ നിങ്ങൾ എഴുതിയോ. യാ പിന്നെ അബ്നാഇ, എന്റെ മക്കളെ, അതായത് വിദ്യാർത്ഥികൾ വിളിക്കുകയാണ്. യാ അബ്നാഇ, എന്റെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഹോംവർക്ക് എഴുതിയോ എന്നുള്ളതാണ്. ഇവിടെ വാജിബാത്ത് എന്നുള്ളതാണ് പ്രയോഗിച്ചുള്ളത്. വാജിബാത്തി എന്നാണ്. എന്താണ് വാജിബാത്തി എന്ന് പറയാൻ? മഫ്ഊലുൻ ബിഹി ആണ്. ആ, അതേപോലെ തന്നെ മംനൂ മിന സർഫ്. മഫ്ഊലുൻ ബിഹി മൻസൂബല്ലേ വരിക? ആ ഇവിടെ വാജിബാത്തി എന്നുള്ളതാണ്. ജംഉ മുഅന്നസ് അയ്വ ജംഉ മുഅന്നസ് സാലിം. മുഅന്നസ് അസ്സാലിം. ജംഉ മുഅന്നസ് അസ്സാലിം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പിന്നെ മൻസൂബ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് മൻസൂബ് ചെയ്യുന്നത് കെസ്ർ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജംഉ മുഅന്നസ് സാലിം മൻസൂബ് ചെയ്യുന്നത് കെസ്ർ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വാജിബാത്തി എന്ന് വന്നിട്ടുള്ളത്. കതബ്തുമുൽ വാജിബാതി യാ അബ്നാഇ, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യോ, ഹോംവർക്ക് എഴുതിയോ. അപ്പൊ തുല്ലാബ് വിദ്യാർത്ഥികൾ പറഞ്ഞു നഅം, അതെ ഞങ്ങൾ എന്ത് ചെയ്തു, കതബ്ന ഞങ്ങൾ എഴുതി, കതബ്ന ഞങ്ങൾ എഴുതി.
അപ്പൊ അലി പറയാണ് അന ലം അക്തുബ് എന്നുള്ളത് ഞാൻ എഴുതുന്നില്ല എന്നല്ല, ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. ലം അക്തുബ് ഞാൻ എന്തില്ല, ഞാൻ എഴുതിയിട്ടില്ല എന്ന് എന്ത് ചെയ്തു, പിന്നെ അലി പറഞ്ഞു. അപ്പോൾ മുദരിസ് ലിമ ലം തക്തുബ് യാ ബുനയ്യ, ലിമ എന്തുകൊണ്ടാണ്, ലം തക്തുബ് നീ എഴുതാത്തത്, യാ ബുനയ്യ എന്റെ പൊന്നുമോനെ. ബുനയ്യ എന്നുള്ളത് ഒരു പ്രയോഗമാണ്, ഒന്നുകൂടി അറ്റാച്ച് ആയിട്ട് വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം പ്രയോഗങ്ങൾ നടത്തുക. അപ്പോ എന്റെ പൊന്നുമോനെ നീ എന്താണ്, പിന്നെ ഖുറാനിലൊക്കെ അത് കാണാം, ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിക്കുന്നതൊക്കെ യാ ബുനയ്യ എന്നുള്ളതാണ്. മക്കളെ അങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നും അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പണ്ഡിതന്മാരോട് വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും പിന്നെ അതൊന്നും കൂടി എന്താണ്, പിന്നെ ആ ബോണ്ട് ഉണ്ടാക്കാൻ അധ്യാപകർ വിദ്യാർത്ഥികളും അതല്ല പിന്നെ ഉമ്മയും മക്കളും തമ്മിലാണെങ്കിൽ വാപ്പയും മക്കളും തമ്മിലാണെങ്കിൽ ആ ബോണ്ട് ഉണ്ടാക്കാൻ പിന്നെ യാ ബുനയ്യ എന്നുള്ള വിളി നല്ലതാണെന്നൊക്കെ കാണാൻ കഴിയും. അല്ലാഹു അലം. ഏതായിരുന്നാലും ലിമ ലം തക്തുബ് യാ ബുനയ്യ, മോനെ നീ എന്താണ് ഹോംവർക്ക് എഴുതാതിരുന്നത്. അപ്പോൾ പിന്നെ അലി പറയാണ് ലിഅന്നനി ലം അഫ്ഹമി ദർസ, ലിഅന്നനി തീർച്ചയായും ഞാൻ അല്ലെങ്കിൽ എനിക്ക്, ലം അഫ്ഹമി ദർസ, ലം അഫ്ഹം അദ്ദർസ എന്നുള്ളതാണ് അവിടെ രണ്ട് പിന്നെ ഹംസത്തുൽ വസ്ല്, അദ്ദർസ എന്നുള്ളിടത്ത് അവിടെ ഹംസത്തുൽ വസ്ല് വന്നുകൊണ്ട് രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരില്ല, അതുകൊണ്ടാണ് അഫ്ഹമി ദർസ എന്നുള്ളത് അല്ലെ. അഫ്ഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ലം അഫ്ഹം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദർസ എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, പാഠം മനസ്സിലായിട്ടില്ല എന്ന് എന്ത് ചെയ്തു, അലി മറുപടി പറഞ്ഞു. അപ്പോ അധ്യാപകന് പറയാണ് മാ ഹുവ ശൈഉൻ അല്ലദീ ലം തഫ്ഹംഹു ഫിദ്ദർസ, മാ ഹുവ എന്താണ്, ഷൈഉൻ കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യമാണ്, അല്ലദീ എങ്ങനെയുള്ള, ലം തഫ്ഹംഹു ഫിദ്ദർസ പാഠത്തിൽ നിന്ന് നിനക്ക് മനസ്സിലാകാത്ത ആ കാര്യം അത് എന്താണ് എന്ന് എന്ത് ചെയ്യാണ് അധ്യാപകൻ ചോദിക്കുകയാണ്. അപ്പൊ അലി പറയാണ് ലം അഫ്ഹം അൽ ഫർഖ ബൈന ജുംലത്തിൽ ഇസ്മിയ വ ജുംലത്തിൽ ഫിഅലിയ, ലം അഫ്ഹം എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല, അൽ ഫർഖ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ്, വ്യത്യാസം, ബൈന ജുംലത്തിൽ ഇസ്മിയ വ ജുംലത്തിൽ ഫിഅലിയ, ജുംലത്തുൽ ഇസ്മിയയും ജുംലത്തുൽ ഫിഅലിയയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയണം. അപ്പൊ അബ്ബാസ് പിന്നെ പറഞ്ഞു കസീറും മിനത്തുല്ലാബി ലം യഫ്ഹമൂ ഹാദാ, കസീറും മിനത്തുല്ലാബ് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരുപാട് ആളുകൾ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ലം യഫ്ഹമൂ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. യഫ്ഹമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നു എന്നാണ്, പക്ഷെ നമ്മൾ പറഞ്ഞു ലം എന്ന് വരുമ്പോ പിന്നെ മാദിന്റെ അർത്ഥത്തിലേക്കാണ് അത് പോവുക. ലം യഫ്ഹമൂ ഹാദാ ഇത് എന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹുസൈന് പറയാണ് സഅൽതു അഖവാതി അല്ലായി യദ്റുസ്ന ഫിൽ മദ്റസതി ഥാനവിയ്യ അൻ ഹാദാ വലം യഅരിഫ്ന. എന്താണ് സഅൽതു, ഞാൻ ചോദിച്ചു, സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, സഅൽതു ഞാൻ ചോദിച്ചു, അഖവാതി എന്റെ സഹോദരിമാരോട്, അല്ലാത്തി അവരെങ്ങനെയുള്ളവരാണ്, അല്ലാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലത്തി എന്നുള്ളതാണ്. അപ്പോ പിന്നെ മുദക്കറിൽ നമുക്കറിയാം അല്ലദീ എന്നുള്ളത്, അല്ലദീ അതിന്റെ ജംആണ് അല്ലദീന. അല്ലദീന അതേപോലെ തന്നെ മുഅന്നസിൽ എന്ത് പറയും, അല്ലത്തി അതിന് അല്ലാത്തി എന്നും പറയും, അല്ലായി എന്നും പറയും, അല്ലാത്തി എന്നും അല്ലായി എന്നും പറയും. അല്ലാത്തി അതേപോലെ തന്നെ അല്ലായി എന്നും അതിന് എന്തുണ്ട്, ഇതുണ്ട്. അപ്പൊ അല്ലദീ, അല്ലദീന, അല്ലത്തി, അല്ലാത്തി, അല്ലായി എന്നുള്ളതും പറയും. ഓക്കെ.
അല്ലാഇ യദുറുസ്ന പഠിക്കുന്നവരായ സഹോദരിമാർ ഫിൽ മദ്റസത്തി സാനവിയ സെക്കൻഡറി സ്കൂളിൽ, അതായത് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നവരായ എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിച്ചു അൻഹാദ അബൌട്ട് ദിസ്, ഇതിനെ കുറിച്ച്, അതായത് ഇതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ ചോദിച്ചു. വലം യഅരിഫ്ന, അവർക്ക് എന്തില്ല, അവർക്കും അറിയില്ല എന്നതാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞത്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇറമ്പുന്നത് നോക്കാം. ഒന്ന് യദുറുസ്ന, യദുറുസ്ന എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്താണ്? فعل مضارع مرفوع ഫിഅലുൻ മുളാരിഉൻ مبني മബ്നിയൻ على السكون മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി رفع في محل في محل رفع فعل مضارع فعل مضارع مبني على السكون في محل الرفع എന്നുള്ളതാണ്. മറ്റൊന്ന് യഅരിഫ്ന, ലം യഅരിഫ്ന എന്നുള്ളതാണ് അല്ലേ. അവിടെ യഅരിഫ്ന, യഅരിഫ്ന എന്നുള്ളതാണ്. എന്തായിരിക്കും? فعل مضارع مبني على السكون فعل مضارع مبني على السكون مبني على السكون في محل جزم في محل جزم في محل جزم. اوكي، فعل مضارع مبني على السكون في محل ജസ്മ് എന്നുള്ളതാണ്. കാരണം ജസ്മ് വരാൻ കാരണം ലം യഅരിഫ്ന എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോ പിന്നെ അവിടെ അധ്യാപകൻ പറയുന്ന മുദരിസ് സഅശ്റഹു ലക്കും ഹാദ ദർസ മറത്തൻ ഉഖ്റാ അൽആൻ. സഅശ്റഹു, ഷറഹ് എന്ന് പറഞ്ഞ വിശദീകരണം. സഅശ്റഹു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിശദീകരിച്ചു നൽകാം. ലക്കും, നിങ്ങൾക്ക്. സഅശ്റഹു ലക്കും, നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു നൽകാം. ഹാദ ദർസ, ഈ പാഠം. മറത്തൻ ഉഖ്റാ, ഒരു പ്രാവശ്യം കൂടി. അൽ ആൻ, ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശദീകരിച്ച് നൽകാം എന്നുള്ളതാണ്. ഇവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അറിയുന്നതാണ്, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. പിന്നെ മുദക്കറാണ് എങ്കിൽ ആഖർ എന്നുള്ളതാണ് വരിക. മുദക്കറാണ് എങ്കിൽ ആഖർ എന്നുള്ളതാണ് പിന്നെ വരിക. മുഅന്നസ് ആണ് എങ്കിൽ ഉഖ്റ എന്നുള്ളതാണ് വരിക. ഇവിടെ മുഅന്നസ് ആണ്, അതുകൊണ്ട് മറത്തൻ ഉഖ്റ അൽ ആൻ, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യാം, വിശദീകരിച്ചു തരാം. ഇസ്മഉ എന്നാണ്. ഇസ്മഉ,
ഇസ്മഉ. ഇസ്മഉ എന്നാണ് പറയുന്നത്. ഇത് ഇസ്മഉ എന്നുള്ളതിന്റെ ഇഅ്റാബ് വരുന്നത് فعل أمر فعل أمر ഫിഅലു അംർ مبني على حذف مبني على ഫിഅലു അംർ مبني മബ്നിയുൻ حذف النون على على حذف على അലാ حذف ഹദ്ഫി നൂൻ. അല ഹദ്ഫി നൂൻ. ഫിഅലു അംർ മബ്നിയുൻ അല ഹദ്ഫി നൂൻ എന്നുള്ളതാണ് അതിന്റെ ഇഅ്റാബ് വരുന്നത്. അപ്പോ പിന്നെ ഇസ്മഉ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് അധ്യാപകൻ വിദ്യാർത്ഥികളോട് പറയാൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ. അതെന്താണ്? ഫിഅലു അംറാണ് മബ്നിയുൻ അല ഹദ്ഫി നൂൻ എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് ജുംലത്തുൽ ഇസ്മിയ എന്നും ജുംലത്തുൽ ഫിഅലിയ എന്നും പിന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ കുറച്ച് ഇതായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇൻഷാ അള്ളാഹ്. അവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുത്ത് മാക്സിമം പാഠം തീർക്കാൻ പറ്റുമെന്ന് നോക്കാം ഇൻഷാ അള്ളാഹ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു കൃത്യമായി പഠിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ഇതൊക്കെ നമ്മുടെ നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഈ പഠനമൊക്കെ മറ്റുള്ള ഭൗതിക താല്പര്യങ്ങൾക്ക് പുറമെ അതിനേക്കാൾ പ്രാധാന്യം ദീനിന്റെ കാര്യത്തിൽ ദീനി പഠനത്തിനാണ് എന്നുള്ള ആ ഒരു നിയ്യത്തോടുകൂടി നമ്മൾ നോക്കിക്കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. هذا والله تعالى أعلم. أقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله.